ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തിനെതിരെയുള്ള ഏതൊരു ഭീകരാക്രമണത്തിനും എതിരാളികൾ കനത്ത വില നൽകേണ്ടി വരുമെന്ന് പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ ലോകത്തിന് വ്യക്തമാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരിസ്ഥിതിക ആഘാതം കണക്കിലെടുത്ത് കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങിയ സംഭവം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു. കപ്പൽ അപകടത്തെ തുടർന്ന് തീരമേഖലയിലുണ്ടായ തൊഴിൽ നഷ്ടം നികത്താൻ സഹായം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലയോര മേഖലകളിലും നദികളുടെ തീരങ്ങളിലുമുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം. സംസ്ഥാനത്തെ വാർഡ് വിഭജനത്തിന്റെ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മുനിസിപ്പാലിറ്റികളിൽ 128ഉം കോർപ്പറേഷനുകളിൽ 7 വാർഡുകൾ വർദ്ധിച്ചു. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ഭവൻ സാംസ്കാരിക കേന്ദ്രത്തിൽ നടക്കുന്ന സാഹിത്യ സമ്മേളനം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്തു. കവി സമ്മേളനം, ഇന്ത്യയിലെ സ്ത്രീവാദ സാഹിത്യം, ആഗോളതലത്തിൽ ഇന്ത്യൻ സാഹിത്യത്തിന്റെ പുതിയ ദിശകൾ എന്നിവയുൾപ്പെടെ വിവിധ പരിപാടികൾക്ക് 2 ദിവസത്തെ സമ്മേളനം വേദിയാകും. രാജ്യത്തിനെതിരെയുള്ള ഏതൊരു ഭീകരാക്രമണത്തിനും എതിരാളികൾ കനത്ത വില നൽകേണ്ടി വരുമെന്ന് പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ ലോകത്തിന് വ്യക്തമാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമബംഗാളിൽ അലിപ്പൂർദ്വാർ, കൂച്ച് ബഹാർ ജില്ലകളിലെ സിറ്റി ഗ്യാസ് വിതരണ പദ്ധതിയുടെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ഗ്യാസ് അധിഷ്ഠിത സമ്പദ്വ്യവസ്ഥ എന്ന നിലയിലേക്ക് പുരോഗമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബീഹാറിൽ പാറ്റ്ന വിമാനത്താവളത്തിന്റെ പുതുതായി നിർമ്മിച്ച പാസഞ്ചർ ടെർമിനലും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാരിസ്ഥിതിക ആഘാതം കണക്കിലെടുത്ത് കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങിയ സംഭവം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു. കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കളും ഇന്ധന ചോർച്ചാ സാധ്യതയും പാരിസ്ഥിതിക ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കടലിൽ വീണ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിശദമായ മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. MSC എൽസ 3 എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തെ തുടർന്ന് ദൈനംദിന ജീവിതം ദുരിതത്തിലായ മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ പിന്തുണ നൽകാൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിഷയവുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കപ്പൽ മുങ്ങിയതിനെ തുടർന്നുണ്ടായ പ്രയാസങ്ങൾ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അവർക്ക് താൽക്കാലിക ആശ്വാസം നൽകണമെന്ന് യോഗത്തിൽ തീരുമാനമായി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ പ്രശ്നബാധിതരായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം നൽകണമെന്നാണ് കണ്ടത്. ഓരോ കുടുംബത്തിനും 1000 രൂപ വീതവും 6 കിലോഗ്രാം അരി വീതവും സൗജന്യ റേഷൻ നൽകണമെന്നാണ് കണ്ടത്. കപ്പൽ അപകടം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുങ്ങിയ കപ്പലിലെ ടാങ്കിനുള്ളിൽ നിന്ന് ജൂലൈ 3-നകം വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഇന്ധനം പുറത്തെടുക്കും. അതുവരെ കപ്പലിൽ നിന്ന് 20 നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ മത്സ്യബന്ധനം നടത്തരുതെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. കേരള തീരത്ത് കപ്പൽ മുങ്ങി കടലിൽ വീണ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്ന നടപടി തുടരുന്നു. അതിനിടെ കൊല്ലം ശക്തികുളങ്ങരയിൽ കണ്ടെയ്നറിന് തീപിടിച്ചു. വാഹനത്തിൽ കൊണ്ടുപോകുന്നതിനായി മുറിക്കുന്നതിനിടെയാണ് കണ്ടെയ്നർ കത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. ഉച്ചയ്ക്ക് 12:30 അപകടം. ശക്തികുളങ്ങര പള്ളിക്ക് പിറകുഭാഗത്തെ തീരത്ത് കണ്ടെയ്നർ കട്ട് ചെയ്യുമ്പോൾ കണ്ടെയ്നറിനുള്ളിലെ ഫോം പാക്കിങ്ങിന് തീപിടിക്കുകയായിരുന്നു. ശക്തമായ കാറ്റ് അഗ്നിബാധ ദ്രുതഗതിയിലാക്കി. വലിയ തോതിൽ കറുത്ത പുകയോടെ കണ്ടെയ്നറിലെ ഫോം കത്തി. 20 മിനിറ്റ് കൊണ്ട് ഫോം കത്തിത്തീർന്നു. അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തി തീ അണയ്ക്കാൻ ശ്രമിച്ചു. NDRF ടീം സ്ഥലത്തുണ്ടായിരുന്നു. ഫോം പാക്കിംഗ് ഉള്ള കണ്ടെയ്നറിൽ ഗ്യാസ് കട്ടിംഗ് നടത്തിയതാണ് തീപിടിക്കാനിടയാക്കിയത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചു. പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയ നദികളുടെ തീരങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മലയോര മേഖലകളിലുള്ളവരും ജാഗ്രത പാലിക്കേണ്ടതാണ്. നാളെയും കണ്ണൂർ, കാസർഗോഡ്, തൃശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ആലപ്പുഴയിൽ കുട്ടനാട് താലൂക്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇടുക്കിയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. മഴക്കെടുതിയിൽ ജില്ലയിൽ നിരവധി വീടുകൾക്ക് നാശനഷ്ടമുണ്ടാവുകയും ഹെക്ടർ കണക്കിന് കൃഷി നശിക്കുകയും ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
അതിശക്തമായ മഴയെ തുടർന്ന് ഇടുക്കിയിൽ നിരവധി വീടുകളും ഹെക്ടർ കണക്കിന് കൃഷിയിടവും നശിച്ചു. ജില്ലയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 62 വീടുകൾ കനത്ത മഴയിൽ തകർന്നു. 6 ദിവസത്തിനുള്ളിൽ ജില്ലയിൽ ആകെ 112 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായതായാണ് ഔദ്യോഗിക കണക്ക്. ഇതിനു പുറമെ 4.35 കോടി രൂപയുടെ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. 285.13 ഹെക്ടർ സ്ഥലത്തെ വിവിധ കാർഷിക വിളകൾ നശിച്ചു. 2520 കർഷകരുടെ കൃഷിയാണ് നശിച്ചത്. ജില്ലയിൽ ഇതുവരെ 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 125ഓളം ആളുകളാണ് ക്യാമ്പുകളിലുള്ളത്. ശക്തമായ മഴയെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിൽ 18 വീടുകൾ ഭാഗികമായി തകർന്നു. മല്ലപ്പള്ളി, റാന്നി, തിരുവല്ല തുടങ്ങിയ സ്ഥലങ്ങളിലാണ് നാശനഷ്ടം. കോന്നി, തിരുവല്ല താലൂക്കുകളിലായി 2 ദുരിതാശ്വാസ ക്യാമ്പുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ആലപ്പുഴയിലും മഴക്കെടുതി രൂക്ഷം. കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിലെ 1000-ഓളം വീടുകൾ വെള്ളത്തിലാണ്. അമ്പലപ്പുഴയിലും അരൂരിലും റെയിൽവേ പാലത്തിലേക്ക് മരം വീണു. കോഴിക്കോട് ജില്ലയിലും മഴ ശക്തം. വിലങ്ങാട് പുഴയിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു. എന്നാൽ നിലവിൽ പ്രശ്നങ്ങളില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന ശക്തമായ മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. വലിയ തോതിലുള്ള നാശനഷ്ടവുമുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. 344 വീടുകളാണ് കാലവർഷക്കെടുതിയിൽ തകർന്നത്. ഇതിൽ 6 പൂർണ്ണമായും തകർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 43 വീടുകൾക്ക് ഭാഗികമായി കേടുപറ്റി. കാർഷിക മേഖലയിലും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. റബ്ബർ, തെങ്ങ്, കവുങ്ങ്, വാഴ, കുരുമുളക് എന്നിവയ്ക്കും വലിയ രീതിയിൽ നാശമുണ്ടായി. പാട്യം മുതിയങ്ങയിലെ വയോധിക തോട്ടിൽ വീണെന്ന സംശയത്തിൽ അഗ്നിരക്ഷാസേന തെരച്ചിൽ പുരോഗമിക്കുകയാണ്. കേരള കർണാടക പാതയായ മാക്കൂട്ടം ചുരം റോഡിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ജൂൺ 6 മുതൽ 1 മാസത്തേക്ക് വലിയ ചരക്ക് വാഹനങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തും. കാർഷിക മേഖലയിലെ വിദഗ്ധർ കർഷകരുമായി സംവദിക്കുന്ന വികസിത കൃഷി സങ്കല്പ അഭിയാന് സംസ്ഥാനത്ത് തുടക്കമായി. പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട് ജില്ലാതല പരിപാടിയിൽ നിരവധി കർഷകർ പങ്കെടുത്തു. ജൂൺ 12 വരെയാണ് ക്യാമ്പയിൻ. കാർഷിക രംഗത്തെ വിദഗ്ധരും ഗവേഷകരും നൂതന സാങ്കേതിക വിദ്യകൾ കർഷകരുമായി പങ്കുവയ്ക്കുകയും സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യും. സംസ്ഥാനത്തെ 86 മുനിസിപ്പാലിറ്റികളിലും 6 കോർപ്പറേഷനുകളിലും നടന്ന വാർഡ് വിഭജനത്തിന്റെ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഡീലിമിറ്റേഷൻ കമ്മീഷൻ യോഗം അന്തിമ വിജ്ഞാപനം അംഗീകരിച്ചു. 2011 സെൻസസ് ജനസംഖ്യ അടിസ്ഥാനമാക്കിയാണ് വാർഡുകളുടെ എണ്ണം പുതുക്കിയത്. മുനിസിപ്പാലിറ്റികളിൽ 128 വാർഡുകളും കോർപ്പറേഷനുകളിൽ 7 വാർഡുകളുമാണ് വർദ്ധിച്ചത്. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ വാർഡ് പുനർവിഭജനത്തിന്റെ കരട് വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നിലമ്പൂരിൽ പ്രചാരണത്തിന്റെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ച് രാഷ്ട്രീയ കക്ഷികൾ. LDF സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൌക്കത്തിനെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം NDAയുടെ നിലമ്പൂർ സീറ്റ് BDJSന് നൽകുമെന്നാണ് വിവരം. BDJS സംസ്ഥാന കൌൺസിൽ യോഗത്തിന് ശേഷം നാളെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. IPL ക്രിക്കറ്റ് പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇന്ന് പഞ്ചാബ് കിങ്സിനെ നേരിടും. ന്യൂ ചണ്ഡിഗഡ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. നാളെ നടക്കുന്ന മത്സരത്തിൽ 3ാം സ്ഥാനത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 320 പോയിന്റ് നേട്ടത്തിൽ 81,633-ലും നിഫ്റ്റി 81 പോയിന്റ് വർദ്ധിച്ച് 24,833-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 71,160 രൂപയാണ് ഇന്നത്തെ വില. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 2-ന് ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ആദ്യമായി ഒരു വിദ്യാർത്ഥിനിയുടെ കവിത പ്രവേശനോത്സവ ഗാനമായി തെരഞ്ഞെടുത്തതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. കൊട്ടാരക്കര താമരക്കുടി SBVHSSലെ വിദ്യാർത്ഥി ഭദ്ര ഹരി എഴുതിയ ഗാനമാണ് പ്രവേശനോത്സവ ഗാനമായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിനെതിരെയുള്ള ഏതൊരു ഭീകരാക്രമണത്തിനും എതിരാളികൾ കനത്ത വില നൽകേണ്ടി വരുമെന്ന് പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ ലോകത്തിന് വ്യക്തമാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരിസ്ഥിതിക ആഘാതം കണക്കിലെടുത്ത് കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങിയ സംഭവം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു. കപ്പൽ അപകടത്തെ തുടർന്ന് തീരമേഖലയിലുണ്ടായ തൊഴിൽ നഷ്ടം നികത്താൻ സഹായം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലയോര മേഖലകളിലും നദികളുടെ തീരങ്ങളിലുമുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം. സംസ്ഥാനത്തെ വാർഡ് വിഭജനത്തിന്റെ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മുനിസിപ്പാലിറ്റികളിൽ 128-ഉം കോർപ്പറേഷനുകളിൽ 7 വാർഡുകൾ വർദ്ധിച്ചു.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.